അടുത്ത ക്വസ്റ്റ്യൻ പ്രോബ്ലം 6. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ കുറച്ച് ഡിഫിക്കൽറ്റി തോന്നുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് തന്നെ അതിനെ ഇരിക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയണത്: ഫൈൻഡ് ദ ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ സ്പെസിഫൈഡ് ബൈ ദ തിയറം 4 ഇൻ സെക്ഷൻ 2.2 ഫോർ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ y ഡബിൾ ഡാഷ് മൈനസ് y ഇസ് ഈക്വൽ ടു 0 യൂസിങ് എൻ ഇനീഷ്യൽ പോയിൻറ്റ് ടി ഇസ് ഈക്വൽ ടു ടി നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മളോട് ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, എന്താ പറഞ്ഞിട്ടുള്ളത്? ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം കൂടിയും പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? അതായത് ഒരു തിയറം എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? തിയറം 4 ഇൻ സെക്ഷൻ 2.2 സെക്ഷൻ 2.2 പറഞ്ഞാൽ ആ തിയറം ഉപയോഗിച്ചിട്ട് വേണം നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് y ഡബിൾ ഡാഷ് മൈനസ് y ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് കണ്ടുപിടിക്കണം. നമുക്കിവിടെ ഒരു ഇനീഷ്യൽ പോയിൻ്റ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഏത് തിയറി കൂടിയും യൂസ് ചെയ്യണം? സെക്ഷൻ 2.2 തിയറം 4 യൂസ് ചെയ്തിട്ട് വേണം അത് കണ്ടുപിടിക്കാൻ. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇവിടെ എന്താണെന്ന് പറയാം, ആ തിയർ എന്താണെന്ന് പറയാം. ജസ്റ്റ് ഒന്ന് വായിച്ച് പറഞ്ഞു തരാം. ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല, അപ്പോൾ അതൊന്ന് കേട്ടാൽ മതി. എൽ ഓഫ് വൈ ഇസ് ഈക്വൽ ടു വൈ ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് ടി ഇൻറ്റു വൈ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് ടി ഇൻറ്റു വൈ വിച്ച് ഇസ് ഈക്വൽ ടു 0 ഹൂസ് കോഎഫിഷ്യൻറ്റ് പി ആൻഡ് ക്യൂ ആർ കണ്ടിന്യൂസ് ഓൺ സം ഓപ്പൺ ഇൻ്റർവൽ ഐ. ചൂസ് സം പോയിൻറ്റ് ടി നോട്ട് ഇൻ ഐ. ലെറ്റ് y1 be the solution of the differential equation L of y is equal to 0 that also satisfy the initial condition y of t naught is equal to 1 and y dash of t naught is equal to 0 and let y2 be the solution of the differential equation L of y is equal to 0 and that also satisfy the initial condition y of t naught is equal to 0 and y dash of t naught is equal to 1. Then y1 and y2 form a fundamental set of solution L of y is equal to 0. ഓക്കെ, അതായിരുന്നു നമ്മുടെ ആ തിയറി ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് രണ്ട് ഇനീഷ്യൽ കണ്ടീഷൻ. നമുക്ക് ആ തിയറത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ടി നോട്ടാണ്. ആ ടി നോട്ട് എന്ന് പറയുന്നത് നമുക്കിവിടെ സ്പെസിഫൈ ചെയ്ത് തന്നിട്ടുണ്ട്. ടി നോട്ട് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ഇനി രണ്ട് കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്തെടുക്കുന്നത് രണ്ട് കണ്ടീഷൻസ് ആണ്. ആ ഇനീഷ്യൽ കണ്ടീഷൻ രണ്ട് ഇനീഷ്യൽ കണ്ടീഷൻസ് ഉണ്ടായിരുന്നു ആ ഒരു തിയറത്തിൽ പറഞ്ഞിട്ടുള്ളത്. വൈ ഓഫ് ടി നോട്ട് ഇസ് ഈക്വൽ ടു, ജസ്റ്റ് ഞാൻ വേണമെങ്കിൽ അതൊന്ന് എഴുതാം. വൈ ഓഫ് ടി നോട്ട് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നതും വൈ ഡാഷ് ഓഫ് ടി നോട്ട് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് y1 എന്ന് പറയുന്ന ഒരു സൊല്യൂഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇനീഷ്യൽ കണ്ടീഷൻ ആയിരുന്നു. ഇനി y2 എന്ന് പറയുന്ന സൊല്യൂഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നതായിരുന്നു y ഓഫ് ടി നോട്ട് ഈസ് ഈക്വൽ ടു 0 ആൻഡ് y ഡാഷ് ഓഫ് ടി നോട്ട് ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന രണ്ട് ഇനീഷ്യൽ കണ്ടീഷൻസ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മളിവിടെ മനസ്സിലാക്കി വയ്ക്കുക, അത് ഓർത്ത് വയ്ക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇതിൻ്റെ രണ്ട് ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി സൊല്യൂഷൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സൊല്യൂഷൻ ഇവിടെ വന്നത് എന്നുള്ള കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് ഒരു സംശയം വരാം. ഇപ്പോൾ അത് പേടിക്കേണ്ട. മുന്നോട്ടുള്ള സെക്ഷനിലാണ് നമ്മളൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്തെടുക്കാനും അതിൻ്റെ സൊല്യൂഷൻസ് പറയാനൊക്കെ പഠിക്കുന്നുണ്ട്. ആ ഒരു കണ്ടീഷൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ഡയറക്റ്റ്ലി സൊല്യൂഷൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഡയറക്റ്റ്ലി സൊല്യൂഷനാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ എക്സാമൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾ ഇനി മുന്നോട്ടുള്ള സെക്ഷൻസ് പഠിക്കുമ്പോൾ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനും അതിൻ്റെ സൊല്യൂഷൻസ് എന്താണെന്ന് എഴുതിയെടുക്കാനൊക്കെ നിങ്ങൾ പഠിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ y1 ഉം y2 ഒക്കെ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല. ഓക്കെ, ഇനി അതാ പറയണേ. ഇപ്പോൾ ഞാൻ രണ്ട് സൊല്യൂഷൻ എടുക്കുകയാണ്. ലെറ്റ് y1 ആൻഡ് y2 എന്ന് പറയുന്ന രണ്ട് സൊല്യൂഷൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ്. ലെറ്റ് y1 ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ പവർ ടി ആൻഡ് y2 ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ പവർ മൈനസ് ടി ബി ടു സൊല്യൂഷൻസ് ഓഫ് ദ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇനി നമുക്കിത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണെന്ന് കാണിക്കണം അല്ലേ? എന്നെങ്കിൽ മാത്രം നമ്മൾ y1 ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ പവർ ടി എന്ന് പറയുന്നതും y2 ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ പവർ മൈനസ് ടി എന്ന് പറയുന്ന രണ്ട് സൊല്യൂഷൻ എടുത്തു. ഇനി ഈ രണ്ടും എന്ന് പറയുന്നത് എന്താണ്? ഈ ഗിവൺ ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണെന്ന് നമുക്ക് കാണിക്കണം. ഏതാണ് ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ? y ഡബിൾ ഡാഷ് മൈനസ് y ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ y1 ഓഫ് ടി എടുത്തു. y1 ഓഫ് ടി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? y1 ഡാഷ് ഓഫ് ടി y1 ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ പവർ ടി. ഇപ്പോൾ y1 ഡാഷ് ഓഫ് ടി കാണുമ്പോൾ എന്ത് വരും? വീണ്ടും ഇ പവർ ടി തന്നെയാണ്. y1 ഡബിൾ ഡാഷ് ഈസ് ഈക്വൽ ടു ഇ പവർ ടി. ഇവിടെ y2 അല്ല y1 ആണ്. ഓക്കെ, ഇനി അതേമാതിരി തന്നെ നമ്മൾ y2 ഓഫ് ടി ഈസ് ഈക്വൽ ടു എന്ത് കണ്ടിട്ടുണ്ട്? ഇ പവർ മൈനസ് ടി ഉണ്ട്. സോ y2 ഡാഷ് ഓഫ് ടി ഈസ് equal to minus e power minus t and y2 double dash of t is equal to minus e power minus t into derivative of minus t which is equal to minus 1. So it will become e power t.
ഓക്കെ. സോ y2 ഡബിൾ ഡാഷ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ പവർ ടി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു ഇപ്പോൾ, അതായത് രണ്ടിൻ്റെയും ഡെറിവേറ്റീവ്സ് ഒക്കെ കണ്ടുപിടിച്ചതാണ്. ഇനി നമുക്ക് അതായത് ആ സൊല്യൂഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം അല്ലേ. അപ്പോൾ y1 ഒരു സൊല്യൂഷൻ ആണെന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം, y1 എന്ന് പറയുന്നത് ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വൈക്ക് പകരം y1 മാറ്റി റീപ്ലേസ് ചെയ്ത് എന്ത് വരും, y1 ഡബിൾ ഡാഷ് ഓഫ് ടി മൈനസ് y1 ഓഫ് ടി എന്ന് വരും അല്ലേ. y1 ഡബിൾ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ഇ പവർ ടി, ആൻഡ് y1 ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്, ഇ പവർ ടി മൈനസ് ഇ പവർ ടി എന്തായിട്ട് വരും, ഇസ് ഈക്വൽ ടു 0. സോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, y1 ഈസ് എ സൊല്യൂഷൻ ഓഫ് ദി ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയും അല്ലേ. സിമിലർലി നമുക്ക് y2 എന്ന് പറയുന്നത് സൊല്യൂഷൻ ആണെന്ന് കാണിക്കണം. അപ്പോൾ y2 സൊല്യൂഷൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ y2 പകരം y2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് വരും, y2 ഡബിൾ ഡാഷ് ഓഫ് ടി മൈനസ് y2 ഓഫ് ടി വിച്ച് ഇസ് ഈക്വൽ ടു, നമുക്ക് എന്താ കിട്ടിയിട്ടുള്ളത്, y2 ഡബിൾ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്, ഇ പവർ മൈനസ് ടി ആണ്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം, ഇ പവർ മൈനസ് ടി ആണ്. സോ y2 ഡബിൾ ഡാഷ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ പവർ മൈനസ് ടി മൈനസ് y2 ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്, ഇ പവർ മൈനസ് ടി. സോ ഇവിടെ എന്ത് വരും, ഇ പവർ മൈനസ് ടി മൈനസ് ഇ പവർ മൈനസ് ടി. സോ രണ്ടുകൂടി ക്യാൻസൽ ചെയ്തിട്ട് എന്ത് വരും, 0 വരും. സോ നമ്മൾ എടുത്ത y1 ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ പവർ ടിയും y2 ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ പവർ മൈനസ് ടി എന്ന് പറയുന്നതും രണ്ടും എന്താണ്, സൊല്യൂഷൻസ് ഓഫ് എ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ y ഡബിൾ ഡാഷ് മൈനസ് y ഈസ് ഈക്വൽ ടു 0. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്, ബ്രോൺസ്കിയൻ കണ്ടുപിടിക്കണം. ബ്രോൺസ്കിയൻ നോട്ട് ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, നമ്മൾ എടുത്തിട്ടുള്ള y1 y2 എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ നമുക്ക് എന്ത് കിട്ടി, നമ്മൾ ബ്രോൺസ്കിയൻ കമ്പ്യൂട്ട് ചെയ്യണു. ബ്രോൺസ്കിയൻ ഈസ് ഈക്വൽ ടു Wronskian is equal to determinant of y1 of t, y1 dash of t, y2 of t, y2 dash of t എന്ന് പറയുന്നത്, which is equal to determinant of e power t, e power minus t, e power minus t. നമ്മളത് മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ എങ്ങനെ വരും, e power t ഇൻറ്റു മൈനസ് ഇ പവർ മൈനസ് ടി മൈനസ് ഇ പവർ ടി ഇൻറ്റു ഇ പവർ മൈനസ് ടി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇ പവർ ടി ഇൻറ്റു ഇ പവർ മൈനസ് ടി എന്ന് പറയുന്നത് എന്ത് വരും, ഇ പവർ ടി മൈനസ് ടി എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു ഇ പവർ 0 വരും, വിച്ച് ഈസ് ഈക്വൽ ടു 1 വരും. സോ ഈ ടേം എന്ത് വരും, -1 വിച്ച് ഈസ് ഈക്വൽ ടു -2. സോ നമ്മുടെ ബ്രോൺസ്കിയൻ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, -2 കിട്ടി, വിച്ച് ഈസ് നോട്ട് ഈസ് ഈക്വൽ ടു 0. അത് 0 ആണോ, അല്ല, വിച്ച് ഈസ് നോട്ട് ഈസ് ഈക്വൽ ടു 0 എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എന്ത് കിട്ടി, നമുക്ക് ബ്രോൺസ്കിയൻ നോട്ട് ഈസ് ഈക്വൽ ടു 0 ആണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് y1 y2 എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് ആണെന്ന് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, y1 and y2 Wronskian, since Wronskian of y1 and y2 which be non-zero, therefore we can say that y1 and y2 form a ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, y1 and y2 എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് ഫോം ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. ഇനി നമ്മളോട് പറയുന്നത് ഇവിടെ ഒരു ജനറൽ സൊല്യൂഷൻ, നമുക്ക് ഇതിന്റെ ജനറൽ സൊല്യൂഷൻ പറയണം. എങ്ങനെ, ഏതിന്റെ ജനറൽ സൊല്യൂഷനാണ് പറയണ്ടേ, y ഡബിൾ ഡാഷ് മൈനസ് y ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻ നമുക്ക് പറയണം. സോ അതിന്റെ ജനറൽ സൊല്യൂഷൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. y1 y2 എന്താണ്, ഒരു ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണെങ്കിൽ y1 പ്ലസ് c1 y1 പ്ലസ് c2 y2 എന്ന് പറയുന്നത് അതിന്റെ ഒരു സൊല്യൂഷൻ ആയിരിക്കും എന്നായിരുന്നു നമ്മൾ എന്താ പറയുന്നത്, പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ പറഞ്ഞത്. സോ അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ ജനറൽ സൊല്യൂഷൻ പറയാം. നമുക്ക് y1 y2 രണ്ട് സൊല്യൂഷൻ ആണെന്ന് നമ്മുടെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ y1 is equal to e power t and y2 is equal to e power minus t എന്ന് പറയുന്നത് രണ്ടും ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണെന്ന് നമ്മുടെ കയ്യിലുണ്ട്. സോ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ വെച്ചിട്ട് y is equal to c1 e power t പ്ലസ് c2 e power minus t എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ ആണ് എന്ന് പറയാം. ഓക്കെ, ഇതിനാണ് ഞാൻ നിങ്ങളോട് തൊട്ട് മുന്നേ തിയറംസ് ഒക്കെ അപ്പോൾ കൃത്യമായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തിയറംസ് പഠിച്ചു കഴിഞ്ഞാലാണ് ഈ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് y is equal to c1 e power t പ്ലസ് c2 e power minus t എന്ന് പറയുന്നത്. ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, തിയറം 4 അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ തിയറം 4 അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളവിടെ രണ്ട് ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. y1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇനീഷ്യൽ കണ്ടീഷനും y2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇനീഷ്യൽ കണ്ടീഷനും നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. സോ ആ രണ്ട് ഇനീഷ്യൽ കണ്ടീഷനും ഉപയോഗിച്ച് y1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇനീഷ്യൽ കണ്ടീഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, c1ൻ്റെയും c2ൻ്റെയും വാല്യൂ കണ്ടുപിടിക്കുക. സോ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യാണ്, അതിലുള്ള ഫസ്റ്റത്തെ y1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇനീഷ്യൽ കണ്ടീഷൻസ് ചൂസ് ചെയ്യാണ്. സോ അവിടുത്തെ ഇനീഷ്യൽ കണ്ടീഷൻ എന്തായിരുന്നു, y1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇനീഷ്യൽ കണ്ടീഷൻ ആ തിയറത്തിൽ y of 0 is equal to 1 and y dash of 0 is equal to 0 എന്ന് പറയുന്നതായിരുന്നു അല്ലേ. അപ്പോൾ y of 0 is equal to 1 എന്നും y dash of 0 is equal to 0 എന്നും ഉണ്ടെങ്കിൽ നമുക്ക് തൊട്ട് മുന്നിലുണ്ടല്ലോ y is equal to c1 e power t plus c2 e power
മൈനസ് ടി അതിൽ നമ്മൾ എന്ത് ചെയ്യാണ് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ C1ൻ്റെയും C2ൻ്റെയും വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം y1 of 0 = 1 എന്നാണ് നമ്മുടെ കയ്യിലുള്ളത്. y1 of 0 = 1. സോ നമ്മൾ നേരത്തെ ഇക്വേഷൻ ഉണ്ടായിരുന്നില്ലേ y = C1 e⁻t + C1 e⁻−t എന്ന് പറയുന്നത്. അതിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ് ടിക്ക് പകരം 0യും വൈക്ക് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ ഇക്വേഷൻ എന്തായിട്ട് മാറും C1 e⁻0 + C2 e⁻0 which is equal to 1. e⁻0 എന്താ 1. സോ അതെന്തായിട്ട് മാറും C1 + C2 = 1. സോ പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ എ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആയിട്ട് അതിനെ മാറ്റിയത്. ഇനി നമുക്ക് അടുത്ത ഇനീഷ്യൽ കണ്ടീഷൻ എന്താ തന്നിട്ടുള്ളത് y' of 0 = 0 എന്നാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പം നമ്മുടെ ആ തന്നിരിക്കുന്ന വൈനെ നമ്മളൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതണം. സോ ഞാൻ അതാണ് ഇവിടെ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നത്. y = നമുക്ക് എന്തായിരുന്നു C1 e⁻t + C2 e⁻−t എന്ന് പറയുന്നത്. സോ ഞാൻ അതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും C1 e⁻t + C2 അതായത് e⁻tൻ്റെ ഡിഫറൻഷ്യൽ e⁻t തന്നെയാണ്, അതുകൊണ്ടാണ് C1 e⁻t എന്ന് കിട്ടിയത് പ്ലസ് C2 e⁻−t ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് -1. സോ അത് എന്തായിട്ട് വന്നു -1. സോ ഇത് എന്തായിട്ട് മാറും C1 e⁻t - C2 e⁻−t എന്നായിട്ട് മാറും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഗിവൺ ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുള്ളത് y' of 0 = 0 എന്നാണ് നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുള്ളത്. സോ നമ്മൾ ടിക്ക് പകരം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക y. അപ്പോൾ നമുക്ക് അതെന്തായിട്ട് മാറും ആ ഇക്വേഷൻ ടിക്ക് പകരം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ C1 - C2 = 0 എന്ന് വരും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും C1 = C2 ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അതായത് C1 - C2 = 0 വിച്ച് ഇംപ്ലൈസ് ദാറ്റ് C1 = C2 എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേറൊരു കണ്ടീഷനും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ C1 + C2 = 1. അപ്പോൾ നമുക്ക് എന്താണ് C1ഉം C2ഉം സെയിം ആവും വേണം, അത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 1ഉം കിട്ടണം. എന്താ വേണ്ടേ C1ഉം C2ഉം സെയിം ആവും വേണം, അത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 വേണം. അങ്ങനെയുള്ള പോസിബിലിറ്റി ഏതാണ് C1നും C2നും വരിക 1/2 അല്ലേ. 1/2 + 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 അല്ലേ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലോ. അതേമാതിരി തന്നെ 1/2 = 1/2 അല്ലേ. സോ നമുക്ക് C1 = 1/2 ആൻഡ് C2 = 1/2 എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ അതായത് നമുക്ക് C1ഉം C2ഉം കിട്ടി. സോ നമ്മൾ എന്ത് ചെയ്യും C1 = 1/2 ആൻഡ് C2 = 1/2 കിട്ടി. അപ്പോൾ നമുക്ക് ആ പുതിയ സൊല്യൂഷൻ C1നും C2നും കിട്ടിയ വാല്യൂസ് വെച്ചിട്ട് നമ്മളുള്ള പുതിയ സൊല്യൂഷൻ പറഞ്ഞു. ആ പുതിയ സൊല്യൂഷൻ ഏതാ നമുക്ക് y3 of t എന്ന് ഞാൻ വിളിച്ചു. അതെന്താ ചെയ്തത് നമ്മൾ y = C1 e⁻t + C2 e⁻t എന്ന് പറയുന്ന e⁻−t എന്ന് പറയുന്ന ആ ഇക്വേഷനിൽ C1നും C2നും വാല്യൂ കൊടുത്തിട്ടുള്ളതാണ്. സോ y3 of t = എന്ത് കിട്ടി 1/2 e⁻t + 1/2 e⁻−t എന്ന് കിട്ടി. ഇനി നമുക്ക് അറിയുന്നതാണ് cos ht = e⁻t + e⁻−t / 2 എന്ന് പറയുന്നത് അല്ലേ. എന്താണ് cos ht = e⁻t + e⁻−t / 2 ആണ്. സോ ഈ ഒരു സൊല്യൂഷൻ ഇതിന് പകരം നമുക്ക് എന്ത് റീപ്ലേസ് ചെയ്താൽ വിച്ച് ഈസ് ഈക്വൽ ടു cos ht എന്ന് പറയാം. therefore y3 of t = cos ht be the solution of y - y is equal to 0 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ചെയ്തത് ഇതുവരെ ചെയ്തതൊന്ന് പറയാം കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. y1ഉം y2 എന്ന് പറയുന്ന രണ്ട് സൊല്യൂഷൻ എടുത്തു. ആ രണ്ട് സൊല്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട് ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് കാണിച്ചു. അതിനുശേഷം ആ y1ഉം y2 എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ ഫോം ചെയ്യുന്നുണ്ടെന്ന് കാണിച്ചു. അതിനുശേഷം നമുക്ക് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ രണ്ട് സൊല്യൂഷൻ y1 y2 കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ലിനിയർ കോമ്പിനേഷൻ y1 + C1 y1 + C2 y2 എന്ന് പറയുന്നത് അതിൻ്റെ സൊല്യൂഷൻ ആവുമെന്ന് നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ വെച്ചിട്ട് പറയാൻ പറ്റും. സോ അതൊരു സൊല്യൂഷൻ ആക്കിയിട്ട് എടുത്തു. ഇനി നമ്മളോട് ഇവിടെ ഗിവൺ അതായത് തിയറം 4 അപ്ലൈ ചെയ്യാൻ പറയുന്നു. അപ്പോൾ ആ തിയറം 4ൽ y1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y1 എന്ന് പറയുന്ന സൊല്യൂഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻ ഉണ്ടായിരുന്നു. ആ ഇനീഷ്യൽ കണ്ടീഷൻ ആയിരുന്നു നമുക്ക് y of 0 = 1 എന്നും y' of 0 = 0 എന്നും. അപ്പോൾ ആ രണ്ട് ഇനീഷ്യൽ കണ്ടീഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു C1ൻ്റെയും C2ൻ്റെയും വാല്യൂ കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് C1ഉം C2 എന്ന് പറയുന്നത് 1/2 എന്ന് കിട്ടി. അത് നമ്മൾ എന്ത് ചെയ്യാണ് ആ y = C1 e⁻t + C2 e⁻−t എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് y3 = ഈ ഒരു ഫോമുല കിട്ടി. ഇതെന്ന് പറയുന്നത് cos htൻ്റെ ഡെഫിനിഷനാണ്. സോ y3 of t = cos ht എന്ന് പറയുന്നത് നമുക്കൊരു സൊല്യൂഷനാണ്, തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. എന്തുകൊണ്ട് അത് സൊല്യൂഷൻ ആയത് ലീനിയർ കോമ്പിനേഷൻ ഓഫ് ടു സൊല്യൂഷൻ y1 ആൻഡ് y2 എന്ന് പറയുന്നത് എഗെയിൻ ഈ സൊല്യൂഷൻ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതൊരു സൊല്യൂഷൻ ആക്കിയിട്ട് കിട്ടിയത്. ഓക്കെ, അപ്പോൾ അവിടെ എത്രയും നിന്നു. ഇനി നമുക്ക് തിയറം ഇനി അപ്ലൈ ചെയ്യാണ്ട് അല്ലേ. നമ്മൾ അടുത്ത ഇനീഷ്യൽ കണ്ടീഷൻസ് കൂടി അപ്ലൈ ചെയ്യണം. നമ്മളിപ്പോൾ സൊല്യൂഷൻ y1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇനീഷ്യൽ കണ്ടീഷൻ മാത്രമേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ y2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇനീഷ്യൽ കണ്ടീഷൻസ് കൂടി നമുക്ക് അപ്ലൈ ചെയ്യണം. സോ y2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇനീഷ്യൽ കണ്ടീഷൻ എന്തായിരുന്നു അവിടെ y of 0 = 0 എന്ന് പറയുന്നതും y' of 0 =
വൈ ഡാഷ് ഓഫ് 0 is equal to 1 എന്ന് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ തിയറം 4 അപ്ലൈ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ ഇനീഷ്യൽ കണ്ടീഷനൊക്കെ എങ്ങനെ ഓർത്തിരിക്കുക എന്നൊരു തോന്നലുണ്ടായിരിക്കും. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ ഗിവൺ പോയിന്റ് ടി നോട്ട് ഇസ് ഈക്വൽ ടു 0 തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഗിവൺ പോയിന്റ് ടി നോട്ട് ഇസ് ഈക്വൽ ടു 0 ആയതുകൊണ്ടാണ് നമുക്ക് ആ തിയറം 4 അപ്ലൈ ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ ആ ടി നോട്ടിന് പകരം ഇപ്പോൾ 0ക്ക് പകരം വേറെ ഒന്നായിരുന്നെങ്കിൽ നമ്മളോട് ആ ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിക്കില്ല, തിയറം 4 അപ്ലൈ ചെയ്തിട്ട് ചോദിക്കില്ല. ഇവിടെ 0 ആയതുകൊണ്ട് 0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പോയിന്റ് തന്നതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആലോചിച്ചാൽ വൈ ഓഫ് 0യും വൈ ഡാഷ് ഓഫ് 0യും ആണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള വൈൻ്റെ കൂടെ നിൽക്കുന്നത് എപ്പോഴും 0 തന്നെയാണ്. പിന്നെ ഇവിടെ വൈ ഓഫ് 0 1 ആണെങ്കിൽ അടുത്തത് എന്ത് ചെയ്യാണ്, 0 എടുക്കുകയാണ്. ഇനി നേരെ രണ്ടാമത്തെ ഇനീഷ്യൽ കണ്ടീഷൻ നമ്മൾ ഇങ്ങനെ എടുക്കേണ്ടത് എന്ത് ചെയ്യാണ്, വൈ ഓഫ് 0 is equal to 0യും വൈ ഡാഷ് ഓഫ് 0 is equal to 1ഉം. അതായത് ഈ 1ഉം 0യും അങ്ങോട്ട് കൂടി ഇന്റർചേഞ്ച് ചെയ്തിട്ട് ആലോചിക്കുക. അപ്പോൾ ഇത് സൊല്യൂഷൻ 1ന് കറസ്പോണ്ടിങ് ആണെങ്കിൽ ഇത് നേരെ അതേമാതിരി ചെയ്തിട്ട് 1ഉം 0യും അങ്ങോട്ട് കൂടി ഇന്റർചേഞ്ച് ചെയ്ത് എഴുതുക ആലോചിച്ചാൽ മതി. അപ്പോൾ കുറച്ചുകൂടി കിട്ടുന്നുണ്ടായിരിക്കും എളുപ്പത്തിൽ. ഓക്കെ, നമ്മൾ അടുത്ത ഇനീഷ്യൽ കണ്ടീഷൻ നോക്കി. എന്താണ് അടുത്ത ഇനീഷ്യൽ കണ്ടീഷൻ? വൈ ഓഫ് 0 is equal to 0യും വൈ ഡാഷ് ഓഫ് 0 is equal to 1ഉം കിട്ടി. നമ്മൾ അതിനെ ആ ഇനീഷ്യൽ കണ്ടീഷൻസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. വൈ ഓഫ് 0 is equal to 1 എന്ന് കൊടുത്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, C1 e power t plus C2 e power minus t ആയിരുന്നു. അപ്പോൾ ടിക്ക് വരെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ C1 e power 0 plus C2 e power 0. സോ e power 0 1 ആണ്. സോ C1 plus C2 which is equal to 0. C1 plus C2 is equal to 0 പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, which implies that C1 is equal to minus C2 എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഒരു കണ്ടീഷൻ കിട്ടി, C1 is equal to minus C2. ഇത് നമ്മൾ ഇവിടെ തന്നെ വെച്ച് നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമ്മൾ അടുത്തത് വൈ ഡാഷ് ഓഫ് 0 is equal to 1. ഞാൻ തൊട്ട് മുകളിൽ അത് ബ്രീഫായിട്ട് പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ ഡയറക്റ്റ്ലി എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക, C1 minus C2 is equal to 1 എന്ന് കിട്ടും. C1 minus C2 is equal to 1 എന്ന് കിട്ടും അല്ലേ. ഇനി നമുക്ക് അറിയുന്ന കാര്യമാണ് നമ്മളിവിടെ എഴുതേണ്ടത് C1 is equal to minus C2 എന്നുണ്ട് അല്ലേ. എന്താണ് നമുക്കുള്ളത്, C1 is equal to minus C2 എന്ന് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു ഇക്വേഷനിൽ മൈനസ് C2ന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, അതായത് നമുക്കിവിടെ C1 minus C2 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ മൈനസ് C2ന് പകരം ഞാൻ C1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതെന്ത് വരും, C1 plus C2 which is equal to C1 plus C1. മൈനസ് C2ന് പകരം നമ്മൾ എന്ത് കൊടുക്കുകയാണ്, C1 കൊടുക്കുക. സോ C1 plus C1 is equal to 1 എന്ന് വരും. സോ C1 plus C1 പറഞ്ഞാൽ എന്താ, 2C1 is equal to 1. 2C1 is equal to 1 കിട്ടിക്കഴിഞ്ഞാൽ C1 is equal to എന്ത് കിട്ടി, 1/2. C1 1/2 ആണെങ്കിൽ C2 എന്താ വരിക, മൈനസ് C1 അല്ലേ വരിക. സോ C2 എന്ന് പറയുന്നത് എന്താ കിട്ടി, മൈനസ് 1/2. ഇപ്പോൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ലേ നോക്കിക്കേ, C1ഉം C2 കൂടി ആഡ് ചെയ്ത 0 കിട്ടണില്ലേ. അപ്പോൾ നമുക്ക് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ഉണ്ട്. സോ നമുക്ക് ഇവിടെ എന്ത് കിട്ടി, C1 is equal to 1/2 ആൻഡ് C2 is equal to minus 1/2. എഗെയിൻ നമ്മൾ എന്ത് ചെയ്യാണ്, y is equal to C1 e power t plus C2 e power minus t എന്ന് പറയുന്ന അതിൽ ഈ C1ൻ്റെയും C2ൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, 1/2 e power t minus 1/2 e power minus 2t. ഓക്കെ, ഇതാ കിട്ടുന്നത് 1/2 e power t minus 1/2 e power minus t എന്ന് പറയുന്നതാണ് നമുക്ക് കിട്ടുക. സോ ആ കിട്ടുന്ന സൊല്യൂഷനെ ഞാൻ പുതുതായിട്ട് ഒരു സൊല്യൂഷൻ എന്തെടുത്ത് y4 എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ ആക്കിയിട്ട് y4 ആണെന്ന് എടുത്തു. ഇനി നമുക്ക് ഒന്നുകൂടി ഉണ്ട്, ഈ 1/2 e power t minus 1/2 e power minus t എന്ന് പറയുന്നത് sin HTൻ്റെ ഡെഫിനേഷൻ ആണ്. ഹൈപ്പർബോളിക് ഫംഗ്ഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കാറുണ്ടായിരുന്നു. sin HT is equal to e power t minus e power minus t divided by 2. അതിനെ ഒന്നുകൂടി അറേഞ്ച് ചെയ്തിട്ട് ഇവിടെ എഴുതിയതാണ് 1/2 e power t minus 1/2 e power minus t എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, y4 is equal to sin HT എന്ന് പറയും. ഇപ്പം നമുക്ക് പുതുതായിട്ട് നമ്മൾ ആദ്യം എന്താ എടുത്തത്, y1 is equal to e power t എന്ന് പറയുന്നതും y2 is equal to e power minus t എന്ന് പറയുന്ന രണ്ട് സൊല്യൂഷൻ എടുത്തത്. നമുക്ക് അതിൻ്റെ ലീനിയർ കോമ്പിനേഷനും നമ്മൾ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണെന്ന് അറിയാം. അപ്പോൾ ആ ലീനിയർ കോമ്പിനേഷൻ വെച്ചിട്ട് നമുക്ക് പുതിയ രണ്ട് സൊല്യൂഷൻസ് കിട്ടി. ഏതൊക്കെയായിരുന്നു പുതിയ രണ്ട് സൊല്യൂഷൻസ് കിട്ടിയത്, y3 is equal to cos HT എന്ന് പറയുന്ന ഈ ഒരു സൊല്യൂഷനും ആൻഡ് y4 is equal to sin HT എന്ന് പറയുന്ന പുതിയ സൊല്യൂഷനും നമുക്ക് കിട്ടി. അപ്പോൾ രണ്ട് സൊല്യൂഷൻ കിട്ടി. ഇനി നമ്മൾ ഒരു കാര്യം കൂടി ചെക്ക് ചെയ്യാണ്, എന്താണ് ഇവിടെ നമ്മൾ ഈ y1ഉം y3യും y4ഉം ഒരു ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ കൂടി ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാണ്. ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ ആണെങ്കിൽ എന്താ സംഭവിക്കുക ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ ആണെങ്കിൽ വ്രോൺസ്കിയൻ നോട്ട് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇനി വ്രോൺസ്കിയൻ കമ്പ്യൂട്ട് ചെയ്യുക. സോ വ്രോൺസ്കിയൻ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വ്രോൺസ്കിയൻ ഓഫ് y3 ഓഫ് y4 ഓഫ് t വിച്ച് ഇസ് ഈക്വൽ ടു ഡെഫിനിഷൻ പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാം, y3 ഡാഷ് ഓഫ് ടിയും y4 ഓഫ് ഡാഷ് ഓഫ് ടി. സോ ഡിറ്റർമിനൻ്റ് ഓഫ് നമുക്ക് എന്ത് ചെയ്യാം, cos HT
ടിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? സൈൻ എച്ച് ടി. സോ അതെന്തായിട്ട് മാറി? സൈൻ എച്ച് ടി. ഇനി അടുത്തത് നമ്മൾ y4 എന്തായിരുന്നു? സൈൻ എച്ച് ടി. സൈൻ എച്ച് ടിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് എച്ച് ടി. സോ നമുക്ക് എന്ത് കിട്ടി? ഡിറ്റർമിനന്റ് ഓഫ് കോസ് എച്ച് ടി സൈൻ എച്ച് ടി, സൈൻ എച്ച് ടി കോസ് എച്ച് ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. കോസ് എച്ച് ടി ഇൻറ്റു കോസ് എച്ച് ടി മൈനസ് സൈൻ എച്ച് ടി ഇൻറ്റു സൈൻ എച്ച് ടി. കോസ് എച്ച് ടി ഇൻറ്റു കോസ് എച്ച് ടി എന്ന് പറഞ്ഞാൽ എന്താ? കോസ് സ്ക്വയർ എച്ച് ടി മൈനസ് സൈൻ സ്ക്വയർ എച്ച് ടി എന്ന് പറയുന്നത്. ഇനി നമുക്ക് അറിയുന്ന ഒരു ട്രിഗണോമെട്രിക് റിസൾട്ട് ആണ് കോസ് സ്ക്വയർ എച്ച് ടി മൈനസ് സൈൻ സ്ക്വയർ എച്ച് ടി which is equal to 1 എന്ന് പറയുന്നത്. 1 ഒരിക്കലും 0 ആവില്ലല്ലോ. സോ വ്രോൺസ്കിയൻ ഓഫ് y2 y3 and y4 of t is equal to 1 which is not is equal to 0. അപ്പോൾ വ്രോൺസ്കിയൻ not is equal to 0 ആയിട്ട് മാറി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? y1 ആൻഡ് y3 ആൻഡ് y4 എന്ന് പറയുന്നതും ഒരു ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ ആണ് ഫോം ചെയ്യുന്നത് എന്ന് പറയും. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? 2 ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ കിട്ടി അല്ലേ? y ഡബിൾ ഡാഷ്. ഇപ്പം ഞാൻ ഈ തിയറം ഒന്ന് പ്രോബ്ലം എന്ന് കൂടി കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞുതരാം. നമ്മുടെ ഈ ഒരു പ്രോബ്ലത്തിലെ y ഡബിൾ ഡാഷ് മൈനസ് y ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന് 2 ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ് 2 ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ? ഒന്നെന്ന് പറയുന്നത് y1 of t is equal to e power t യും y2 of t is equal to e power minus t യും. അടുത്ത ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ ഏതൊക്കെയായിരുന്നു? കോസ് എച്ച് ടിയും സൈൻ എച്ച് ടിയും ആയിരുന്നു അടുത്ത സെറ്റ് ഓഫ് ഫണ്ടമെന്റൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൽ ചെയ്തത് 2 സൊല്യൂഷൻ y1 is equal to e power t യും y2 is equal to e power minus t യും എടുത്തു. അത് ഈ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് കാണിച്ചു. അത് ആ 2 സൊല്യൂഷനും ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ ആണെന്ന് കാണിച്ചു. പിന്നെ y1 y2 2 സൊല്യൂഷൻ ആണെങ്കിൽ അതിൻ്റെ ലിനിയർ കോമ്പിനേഷൻ എന്ന് പറയുന്നതും എഗെയിൻ സൊല്യൂഷൻ ആയിരിക്കും. അത് വെച്ചിട്ടും ആ തിയറത്തിൽ നമുക്ക് y is equal to c1 e power t plus c2 e power minus t എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതിനുശേഷം നമ്മൾ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയറം 4ൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻ നമ്മൾ എടുത്തു. അത് ഓർത്ത് വയ്ക്കുക. ഈ ഒരു ഇനീഷ്യൽ കണ്ടീഷൻ y of 0 is equal to 1 ഉം y dash of 0 is equal to 0 ആണ് ഫസ്റ്റത്തെ ഇനീഷ്യൽ അതായത് ഫസ്റ്റത്തെ സൊല്യൂഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇനീഷ്യൽ കണ്ടീഷൻ. അപ്പോൾ അങ്ങനെ ആലോചിക്കേണ്ട. അങ്ങനത്തെ ഫസ്റ്റത്തെ സൊല്യൂഷൻ അത് ഞാൻ ആ തിയറുമായിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പം നമ്മൾ ഉപയോഗിക്കുക ഈ ഒരു ഇനീഷ്യൽ കണ്ടീഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ C1ൻ്റെയും C2ൻ്റെയും വാല്യൂ കണ്ടുപിടിക്കാം. ഇനി അടുത്ത ഇനീഷ്യൽ കണ്ടീഷൻ ഏതായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേമാതിരി തന്നെ y of 0 is equal to 0 എന്നും അതേമാതിരി തന്നെ y dash of 0 is equal to 1 എന്ന് പറയുന്നതാണ്. ഇവിടെ ഈ 0 ഇത് ഈ ഇനീഷ്യൽ പോയിന്റ് മാറ്റം വരുത്തരുത്. 0യും 1ഉം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ C1ൻ്റെയും C2ൻ്റെയും 2 കേസിലും സെപ്പറേറ്റ് ആയിട്ട് C1ഉം C2 കൂടി എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പുതിയ സൊല്യൂഷൻസ് കിട്ടുക. അതെന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് ആണ് ഫോം ചെയ്യുക. ഇനി ഒരു റിമാർക്ക് കൂടി പറഞ്ഞ് നിർത്താം. ഇതിൻ്റെ കൂടെ പറയണം. അങ്ങനെയാകുമ്പോഴാണ് കറക്റ്റ് ഉള്ളൂ. ദ പർപ്പസ് ഓഫ് ദ എബോവ് പ്രോബ്ലം ഈസ് ടു മേക്ക് ക്ലിയർ ദാറ്റ് ഫോർ എ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഹാസ് മോർ ദാൻ വൺ ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇൻഡീഡഡ് ഇറ്റ് ഹാസ് ഇൻഫിനിറ്റ്ലി മെനി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ ഒന്നല്ല ഉണ്ടാവുള്ളൂ, അതിൽ കൂടുതൽ ഉണ്ടായിരിക്കും എന്ന് പറയുന്നത്. ഒന്നോ അതിലധികമോ കൂടുതൽ എന്താ പറയുക മോർ ദാൻ വൺ, ഒന്നിൽ കൂടുതൽ ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് ഒരു ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷന് ഒന്നിൽ കൂടുതൽ ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും എന്ന് കാണിക്കുന്ന ഒരു പ്രോബ്ലം ആയിരുന്നു എബോവ് ചെയ്തത്. ചിലപ്പോൾ നമുക്ക് ഇൻഫൈനറ്റ്ലി മെനി ആയിട്ടുള്ള ഒരുപാട്, ഇൻഫൈനറ്റ്ലി മെനി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരുപാട്, ഒന്നൊന്നല്ല 5, 6, 7, 10 അങ്ങനെ കുറേ നമുക്ക് കൗണ്ട് ചെയ്യാതെ കൗണ്ട് ചെയ്യാൻ പറ്റാതെ ഇൻഫൈനറ്റ്ലി മെനി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് വരും എന്ന് പറയാം. അപ്പോൾ ഇനി നിങ്ങളോട് ചിലപ്പോൾ ഒരു പ്രോബ്ലം ആയിട്ട് ഇങ്ങനെ ആവില്ല ചോദിക്കുക, നിങ്ങളോട് ഈ ഒരു റിമാർക്ക് വെച്ചിട്ടായിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ചോദിക്കുകയാണ് വിചാരിക്കുക, ഷോ ദാറ്റ് ഫോർ എ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഹാസ് മോർ ദാൻ വൺ ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുകയാണ് വിചാരിച്ചോ. അത് ഒരു ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷന് അല്ലെങ്കിൽ മോർ ദാൻ വൺ ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ ഉണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു എക്സാമ്പിൾ ഓർത്തിരിക്കണം. y ഡബിൾ ഡാഷ് മൈനസ് y ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഈ ഒരു എക്സാമ്പിൾ പഠിച്ചു വയ്ക്കാം. അതിൻ്റെ 2 സൊല്യൂഷനാണ് y1 ഈസ് ഈക്വൽ ടു e പവർ t എന്ന് പറയുന്നതും y2 ഈസ് ഈക്വൽ ടു e പവർ മൈനസ് t എന്ന് പറയുന്നതും അതിൻ്റെ 2 സൊല്യൂഷൻ ആണെന്ന് എന്ത് ചെയ്യുക? മനസ്സിൽ ഓർത്ത് വയ്ക്കുക. എന്നിട്ട് ബാക്കി ഈ പ്രൊസീജിയറൊക്കെ ഇങ്ങനെ ബാക്കിയൊന്നും ബൈഹാർട്ട് പഠിക്കേണ്ട, ആ 2 സൊല്യൂഷൻസ് ബൈഹാർട്ട് ചെയ്യുക. ഇത് എന്തിനുള്ള ഒരു എക്സാമ്പിളാണ്? അതായത് ഒരു ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷന് ഒന്നിൽ കൂടുതൽ ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പ്രോബ്ലമാണ് ഉപയോഗിക്കുക. ചിലപ്പോൾ ഇങ്ങനെയും ചോദിക്കാൻ നിങ്ങളോട് ഷോ ദാറ്റ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ y ഡബിൾ ഡാഷ് മൈനസ് y ഈസ് ഈക്വൽ ടു 0 ഹാസ്
എന്ത് പറയാൻ പറ്റും, മോർ ദാൻ വൺ ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയാൻ പറ്റും. അപ്പോൾ നിങ്ങളോട് ഈ തിയറം 4 അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഇന്നത് അപ്ലൈ ചെയ്യാമെന്നൊന്നും നിങ്ങളോട് ഈ ക്വസ്റ്റ്യനിൽ പറയേണ്ടതല്ല, ഇത്ര മാത്രമേ പറയേണ്ടായിരിക്കുള്ളൂ. ഷോ ദാറ്റ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താ പറയുക y ഡബിൾ ഡാഷ് മൈനസ് y ഈസ് ഈക്വൽ ടു 0 ഹാസ് മോർ ദാൻ വൺ എന്ത് പറയുക ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം അതേമാതിരി എഴുതാം. പക്ഷെ ഒരു കാര്യം ചെയ്യണം, പ്രോബ്ലം ചെയ്യണതിൻ്റെ മുന്നേ ആ തിയറം 4 ഒന്ന് കോട്ട് ചെയ്യണം ബൈ യൂസിങ് ദിസ് പ്രോബ്ലം. അതായത് ആ തിയറം 4 എന്താണെന്ന് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചതിന് ശേഷം നമ്മൾ ഈ പ്രോബ്ലം ആണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുക അതായത് ഈ തിയറം ഉപയോഗിച്ചിട്ടാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത് എന്ന് പറയുക. എന്നിട്ട് ആ പ്രോബ്ലം അതേമാതിരി ചെയ്തു വയ്ക്കാം. ഓക്കെ, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്, അതെന്തായാലും ഓർത്ത് വയ്ക്കാം.